സാധാരണ ഞങ്ങൾ വയനാട്ടിലൊക്കെ പോയി വരുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്ന ഒരു പ്രധാന സ്പോട്ടാണ് വൈറ്റ് ഹൗസ്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ച് പുതിയ സ്പോട്ടുകളൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. പോത്തിന്റെ എല്ലുമ്പ സ്റ്റഫ് ചെയ്ത കബാബുകൾ, ഫുള്ള് മട്ടൻ മന്തി, എന്തൊക്കെ സംഭവം. വയനാട്ടിൽ പോണ ആളുകൾക്കും വയനാട്ടിൽ നിന്ന് ചുരം ഇറങ്ങി വരുന്ന ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ ഒരു സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഈങ്ങാപ്പുഴ താമരശ്ശേരി ചുരം ഇറങ്ങിയ ഉടനെ തന്നെ സ്കൈലാർക്ക് എന്ന് പറഞ്ഞിട്ട് വലിയ റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ വൈറ്റ് ഹൗസും കഴിഞ്ഞ് സ്കൈലാർക്കിലേക്ക് വെച്ച് പിടിച്ചു. സ്കൈലാർക്കിലെത്തിയപ്പോൾ പുതിയ റെസ്റ്റോറൻറ്റ്, നല്ല സ്പേഷ്യസ്, നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങൾ ആദ്യം ഇരുന്നിരുന്ന ഇതിനകത്താണ്. അവിടെ കുറച്ച് ഈച്ച ശല്യം കാരണം ഞങ്ങൾ സീറ്റ് മാറിയിരുന്നു. അപ്പോൾ ചൂട് പ്ലേറ്റ് പ്രതീക്ഷിച്ച് എനിക്ക് തണുത്ത പ്ലേറ്റാണ് കിട്ടിയത്. കുഴപ്പമില്ല, ഒരു ടിഷ്യൂ വെച്ച് തുടച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മട്ടൻ മന്തി എത്തി. ആ വീഡിയോയിലുള്ള അതുപോലത്തെ ഒരു പ്രസൻറ്റേഷൻ അല്ലായിരുന്നു, എന്തോ ഒരു സോസൊക്കെ തേച്ചിട്ടുള്ളൊരു മട്ടൻ, പിന്നെ സോസ് സംഭവങ്ങളൊക്കെ എത്തി. ഇങ്ങനെ ഊരിപ്പോയിരുന്നു, അങ്ങനൊന്നുമില്ല. ഇതിൻ്റെ മസാലക്ക് മാർക്കുണ്ട്. മുളക് പൊടിയല്ല, ഒരു സോസാണ്. പക്ഷെ ഇവിടെ മീറ്റ് തണുപ്പ്. ഇവിടെ തൊട്ട് നോക്കി, ഇവിടെ തണുപ്പ് അല്ലേ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. അപ്പം വേറെ കൊണ്ടുവന്നരാന്നാണ് പറഞ്ഞത്. പക്ഷെ സെർവ് ചെയ്യുന്നൊരു സാധനം ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. ഓവൺ ചെയ്തല്ലെങ്കിലും ഫ്രിഡ്ജ് വെച്ചത് എന്താണെങ്കിലും ഒരു സാധനം, പ്രത്യേകിച്ച് മന്തിയൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഹോട്ടായിട്ട് സെർവ് ചെയ്യണ്ടേ. ഓവൺ ചെയ്ത് വെക്കണതാ മീൻസ് അപ്പം നമുക്ക് ചൂടാക്കി തരുന്നതാണ്. ഓവണിൽ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച സാധനമായിരിക്കും അവൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ശരിക്കും ഷോക്കായി പോയിട്ടോ. കാരണം ചൂടാറിയ ഫുഡ് ഓക്കെ, ഇതതിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുപോലത്തെ തണുപ്പ്, അതും മട്ടൻ മന്തി എന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും. അപ്പം എനിവേ ഞങ്ങൾ സ്ഥിരം വരുന്ന ഹോട്ടലിൽ തന്നെ എത്തി. അവിടെ മട്ടൻ മന്തി കഴിഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ മട്ടൻ്റെ ഒരു ഗ്രേവി ടൈപ്പും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങി. അപ്പോൾ സ്കൈലാർക്കിൽ ഞങ്ങളുടെ അനുഭവം ഇതായിരുന്നു. മേ ബി നല്ല അനുഭവങ്ങളുള്ളവരും ഉണ്ടാവാം. അപ്പോൾ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.